കുഞ്ഞു മക്കളെ, നമുക്കിന്നൊരു കഴുതയുടെ കഥ കേട്ടാലോ എന്നാവ. ശാന്തമായ ഒരു ചെറിയ ഗ്രാമത്തിൽ രാമൻ എന്ന ഒരു ദരിദ്രൻ താമസിച്ചിരുന്നു. ഭോല എന്ന ഒരു മുരടൻ കഴുതയല്ലാതെ മറ്റൊന്നും അയാൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്നില്ല. രാമൻ ഭോലയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പലപ്പോഴും ഒരു സുഹൃത്തിനെ പോലെ രാമൻ അവനോട് സംസാരിക്കുമായിരുന്നു. പക്ഷേ രാമന്റെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ചിലപ്പോഴൊക്കെ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ചെറിയ കൂലിക്ക് ഉപ്പ് ചാക്ക് ചുമക്കാൻ ഭോലയെ ടൗൺ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ രാമൻ തീരുമാനിച്ചു. ആഴം കുറഞ്ഞ നദി മുറിച്ചു കടക്കുമ്പോൾ ഭോല തെന്നി വെള്ളത്തിലേക്ക് വീണു. ഉപ്പ് അലിഞ്ഞുപോയി. ചാക്കുകളുടെ ഭാരം കുറഞ്ഞു. തന്റെ ഭാരം കുറഞ്ഞതിൽ സംതൃപ്തി തോന്നി ഭോല എണീറ്റു. പിറ്റേന്ന് രാവിലെ രാമൻ കൂടുതൽ ഉപ്പ് ചാക്കിൽ കയറ്റി. അവർ നദിയുടെ അടുത്തെത്തിയപ്പോൾ ഭോല മനഃപൂർവ്വം വെള്ളത്തിലിരുന്നു. ഉപ്പ് വീണ്ടും വെള്ളത്തിൽ അലിഞ്ഞുപോയി. രാമൻ ഒന്ന് ഞെട്ടിയെങ്കിലും ഒന്നും പറഞ്ഞില്ല. പക്ഷേ രാമന് കാര്യം മനസ്സിലായി. മൂന്നാം ദിവസം രാമൻ എന്തു ചെയ്തെന്നറിയാമോ? ഇത്തവണ ഉപ്പിന് പകരം സ്പോഞ്ചുകൾ ചാക്കിൽ നിറച്ചു. പതിവ് പോലെ തന്റെ ഭാരം കുറയുമെന്ന് പ്രതീക്ഷിച്ച് ഭോല സ്വയം നദിയിലേക്ക് മുങ്ങി. എന്നാൽ സ്പോഞ്ചുകളിൽ വെള്ളം കുതിർന്ന് ഇരട്ടി ഭാരമായി. പാവം ഭോല, ചാക്കിന്റെ ഭാരം അവന് താങ്ങാൻ പറ്റണില്ലായിരുന്നു. രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നീ മിടുക്കൻ തന്നെയാണ് ഭോല, സമ്മതിച്ചു. പക്ഷേ ഞാൻ നിന്നേക്കാളും മിടുക്കനാണ്." അന്നു മുതൽ ഭോല തന്റെ തന്ത്രങ്ങൾ നിർത്തി. അവർ സത്യസന്ധമായി ഒരുമിച്ച് പ്രവർത്തിച്ചു. അവരുടെ വയറു നിറയ്ക്കാൻ അവർ സമ്പാദിച്ചു. നന്മയും പങ്കാളിത്തവും കാണിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുക.